തുള്ളിച്ചാടി വൈകുന്നേരം പോകുന്നത് എവിടേക്കാണെന്നറിയോ? യോഗ മാറ്റ് മേടിക്കാനാണ് കേട്ടോ. പാറമോൾക്ക് സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് യോഗയുണ്ട്. യോഗയുടെ ഭാഗമായിട്ട് ഒരു യോഗ മാറ്റ് വേണമല്ലോ. വൈകുന്നേരമാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ യോഗ മാറ്റ് വാങ്ങാനായി പോയി. അവിടെ എത്തിയപ്പോൾ പിങ്കൊക്കെ എടുത്തെങ്കിലും ഡിസൈൻ ഉള്ളത് വേണം അമ്മയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പോരുന്ന വഴിക്കാണ് കേട്ടോ വല്യച്ഛനെ കണ്ടത്. അപ്പോൾ വല്യച്ഛൻ പറഞ്ഞു ഇവിടെ യോഗ മാറ്റ് ഉണ്ടെന്ന്. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ആദ്യം ഇവിടെ കയറിയാൽ മതിയായിരുന്നു. അങ്ങനെ ഇവിടെ കയറി നമ്മളൊരു യോഗ മാറ്റ് എടുത്തോട്ടെ. എവിടെയും ഡിസൈൻ ഉള്ളതല്ല എങ്കിലും നമുക്ക് പറഞ്ഞു ഇഷ്ടപ്പെട്ടൊരു യോഗ മാറ്റ് എടുത്തു. അച്ചുമോൻ ഈ മണത്തോക്കുന്നത് എന്താണെന്നറിയോ? ഇതിന്റെ അവസാനം എന്നെ നോക്കി ഒരു ചിരിച്ചിരിക്കുന്ന എനിക്ക് അറിയാം കണ്ടോ. അതെന്തിനാന്നറിയോ? ഇതൊന്ന് വാങ്ങിച്ചു തരുമോ അമ്മ എന്നുള്ള അർത്ഥത്തിലാണ്. സ്പ്രേ ലവറാണ് കേട്ടോ അച്ചു. അങ്ങനെ അവിടെ നിന്നൊരു ഊതോ സ്പ്രേയോ എന്തോ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ അവിടെ നോക്കുന്നത് എന്താണെന്നറിയോ? അവിടുത്തെ മാലയുടെയും കമ്മലിൻ്റെയും ഒക്കെ ഭംഗിയാണ് കേട്ടോ. ഞാൻ എപ്പോൾ വന്നാലും ഇത് നോക്കും. അപ്പോഴാണ് ഇത് കണ്ടത്. ഹനുമാൻ വരെ മാലയിൽ വന്നോ ദൈവമേ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഈ മാല കാണാട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും പാറമോൾക്ക് ഒരെണ്ണം വാങ്ങണം. അങ്ങനെ ഇതെല്ലാം മാല നോക്കിയപ്പോഴാണ് ജിമിക്കിയുടെ ഒരു സെക്ഷൻ കണ്ടത് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്? എനിക്ക് വലിയ ജിമിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇടാനും മറ്റുള്ളവരിട്ട് കാണാനും നല്ല ഇഷ്ടമാണ്. അങ്ങനെ നല്ല കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോഴാണ് ഈ ഒരു പ്രഹസനം തുടങ്ങിയത് കേട്ടോ. എന്തായാലും പുതിയ യോഗ മാറ്റല്ലേ 2-3 ദിവസം ഉണ്ടായിരിക്കും. അങ്ങനെ ഇവിടെ വന്ന് പാറമോൾ അതിൽ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു യോഗ ക്ലാസ്സിൽ പഠിച്ച് വല്ലതൊക്കെ ആയിരിക്കും. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഗുണം വേണ്ടേ ഈ യോഗ മാറ്റ് കൊണ്ട്? 2 ദിവസം ഉണ്ടാവുള്ളൂ എന്നറിയാം. എങ്കിലും അവിടെ കമഴ്ന്ന് കിടക്കുകയും മലർന്ന് കിടക്കുകയും എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പം അതൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് വേഗം എടുത്തു വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പാറമോൾ ഇവിടെ വന്ന് കിടന്നപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ ബാഗിൽ പാറമോൾക്ക് ഇഷ്ടമൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പാറ സന്തോഷത്തോടു കൂടി വന്നത് കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്നറിയോ? പുളിമിഠായിയാണ് കേട്ടോ സംഭവം. പാറമോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. കുറെ സമയം എന്നോട് മേടിച്ചു തരുമെന്ന് ചോദിക്കും. എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എപ്പോഴും വാങ്ങിക്കാറൊന്നുമില്ല. അപ്പോൾ പാറമോൾക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട് ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് അറിഞ്ഞത് നാളെ തൃശ്ശൂര് മഴയായതുകൊണ്ട് അവധിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ യോഗ മാറ്റ് എന്തായാലും അവിടെ മടക്കി വെച്ച് പാറമോള് സുഖമായി കിടന്നുറങ്ങാനായിട്ടാ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അച്ചുമോനും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പുളിമിഠായി ഒക്കെ കഴിച്ച് സുഖമായി പോയി കിടന്നുറങ്ങട്ടെ.